എല്ലാവർക്കും നമസ്കാരം. സാഫർജാൻ EXന്റെ ടാലി പ്രൈമിൻ്റെ പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ട്രെയിനിങ് ക്ലാസ്സിൽ ഇന്ന് പറയാൻ പോകുന്നത് വർക്ക് ബുക്കിലെ SN ട്രേഡേഴ്സ് എന്ന് തുടങ്ങുന്ന ഈ ഒരു കമ്പനി വർക്കാണ് നമുക്കിന്ന് ചെയ്യാനുള്ളത്. ഇത് 12ാമത്തെ വർക്കാണ്, പേജ് നമ്പർ 17 ആണ്. ഓക്കെ, ഏകദേശം 30 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിതിലുള്ളത്. ഇതിൽ മെയിനായിട്ട് വരുന്നത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെല്ലാമാണ് നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ 30 ട്രാൻസാക്ഷൻ നമുക്ക് ചെയ്തു നോക്കാം, പെട്ടെന്ന് നോക്കാം. അപ്പോൾ കൂടുതൽ ആമുഖങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ബുക്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ബുക്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പേജ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 17ാമത്തെ പേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം SN ട്രേഡേഴ്സ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ബൈ ക്യാഷ് 10 ലക്ഷം അല്ലേ. നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാവുന്നതാണ്, നമ്മൾ വൗച്ചർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റെസിപ്റ്റ് എടുത്തിട്ടാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, റെസിപ്റ്റ് എടുത്തു, ക്രെഡിറ്റ് ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എന്താണ് ക്യാപിറ്റലിൻ്റെ അണ്ടർ വരിക? ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അപ്പോൾ അത് നമ്മൾ മാറിപ്പോണ്ട. ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുത്തു, 10 ലക്ഷമാണ് ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്. ഓക്കെ, 10 ലക്ഷം കാണിച്ചു. നേരെ എൻ്റർ ചെയ്യുക. ഡെബിറ്റായിട്ട് കൊടുക്കേണ്ടത് ക്യാഷ്. ഓക്കെ, കൊടുത്തു, എൻ്റർ ചെയ്തു, സേവ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പറയാൻ പോകുന്നത്, ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു PNB 3 ലക്ഷമാണ് അല്ലേ. 3 ലക്ഷം രൂപ PNBയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. വൗച്ചർ ഏതാണെന്നുള്ളത് നമ്മൾ മാറിപ്പോണ്ട. കോൺട്രാ വൗച്ചറാണ്. ബാങ്കിങ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് കോൺട്രാ വൗച്ചറാണ്, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ക്രെഡിറ്റ് ആയിട്ട് ക്യാഷ് കൊടുക്കുക. എമൗണ്ട് 3 ലാക്സ് കൊടുത്തു. ഡെബിറ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ബാങ്കിനെയാണ്, അഥവാ PNB ക്രിയേറ്റ് ചെയ്യാം. PNB അണ്ടർ ബാങ്ക് അക്കൗണ്ടാണ് കൊടുക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ട് കൊടുത്ത ശേഷം എൻട്രി ചെയ്യുക. എൻട്രി ചെയ്യുമ്പോൾ കറൻസിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വരും. ഇവിടെ ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഓക്കെ, നേരെ എൻട്രി ചെയ്തു, സേവ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് നമ്മൾ ക്യാഷിന് പർച്ചേസ് ചെയ്യണം, അതായത് ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ നേരിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യണം. നമ്മൾ ചെയ്യേണ്ടത് പർച്ചേസ് വൗച്ചറിലാണ്. അപ്പോൾ F9 വൗച്ചർ നമ്മൾ എടുക്കുന്നു. പർച്ചേസ് വൗച്ചർ വരുമ്പോൾ അത് ഇൻവോയ്സ് മോഡായിട്ടായിരിക്കും വരിക. നമ്മൾ വൗച്ചർക്ക് മാറ്റണം. വൗച്ചർക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ Ctrl+H അടിക്കുക അല്ലേ, അതായത് ചേഞ്ച് മോഡ്. അപ്പോൾ അതിൽ നമ്മൾ ആസ് വൗച്ചർ എന്ന് കാണാൻ പറ്റും. ആസ് വൗച്ചർ എടുക്കുന്നു. എന്നിട്ട് ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? ക്യാഷിനെയാണ്. ക്യാഷ് കൊടുത്തു. 9,000 ആണ് നമുക്ക് എമൗണ്ട് തന്നിട്ടുള്ളത്. ഡെബിറ്റായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ടാണ്. ഓക്കെ, എൻ്റർ ചെയ്തു, സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സേവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഇവിടെ അക്സെപ്റ്റ് ചോദിക്കുമ്പോൾ മാത്രമേ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ടുണ്ട്? സേവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം എന്താണെന്നുള്ളത്. പർച്ചേസ്ഡ് മെഷീനറി ഫ്രം MX കമ്പനി ഓൺ ക്രെഡിറ്റ്. ഇതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്, കടത്തിനാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, കാരണം ഓൺ ക്രെഡിറ്റ് എന്ന് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഓൺ ക്രെഡിറ്റ് എന്ന് തന്നിട്ടില്ലെങ്കിൽ പോലും അത് കടത്തിനാണ്. ഓക്കെ അല്ലേ, ആളെ പേര് വന്നു കഴിഞ്ഞാൽ കടത്തിനാണ്, കാരണം ഇവിടെ പേര് തന്നിട്ടുള്ളത് MX കമ്പനിയാണ്. 5,000. അപ്പോൾ മെഷീനറി MX കമ്പനീൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് ജേണൽ വൗച്ചറിലാണ്. ഓക്കെ, അപ്പോൾ ഡെബിറ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് പർച്ചേസ് അല്ല, എന്തായിരിക്കും? ഫിക്സഡ് അസറ്റ് ആയതുകൊണ്ട് മെഷീനറി എന്ന് കാണിക്കാം നമുക്ക് അണ്ടർ ഫിക്സഡ് അസറ്റ്. ഓക്കെ, ഫിക്സഡ് അസറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് 5,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നേരത്തെ. 5,000 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ക്രെഡിറ്റ് ആയിട്ട് വരിക? MX കമ്പനിയാണ്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുക MX കമ്പനി. Alt+C അടിച്ചു, ക്രിയേറ്റ് ചെയ്തു. അണ്ടർ സൺട്രി ക്രെഡിറ്റർ ആണ് കൊടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളല്ലേ, പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബില്ല് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ കൊടുക്കുക. നേരെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് നേരെ സേവ് ചെയ്യുക. ഓക്കെ, എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതായിരിക്കും കൊടുക്കുക? ഓൺ അക്കൗണ്ട്. ഈ ഓൺ അക്കൗണ്ട് എന്താണ് സംഭവം എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങളിത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കാണുക, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ ഓരോ വർക്കുകളും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നേരെ എൻട്രി ചെയ്യുക, സേവ് ചെയ്യാം. ഓക്കെ, റെഡിയാണല്ലോ. അപ്പോൾ ഓൺ അക്കൗണ്ടാണ് ഫിക്സഡ് അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ഇനി പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അനിൽ കമ്പനി അല്ലേ, 6500 രൂപയ്ക്ക് അനിലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ്. അത് ഓൺ ക്രെഡിറ്റ് കടത്തിനാണ്, നമ്മൾ ജേണലിനാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ജേണൽ എടുത്തു, ഡെബിറ്റായിട്ട് പർച്ചേസാണ് കൊടുക്കേണ്ടത്. ഓക്കെ, പർച്ചേസ് കൊടുക്കുക. പർച്ചേസ് ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഇവിടെ തൽക്കാലം സെലക്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, സെലക്ട് ചെയ്തു, 6500 കാണിക്കുന്നു. നേരെ എൻട്രി ചെയ്യുക. ക്രെഡിറ്റ് ആയിട്ട് എന്താ കാണിക്കേണ്ടത്? അനിൽ കമ്പനിയാണ്. അപ്പോൾ ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് അനിൽ കമ്പനി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അണ്ടർ സൺട്രി ക്രെഡിറ്റർ തന്നെയാണ്. നേരെ എൻട്രി ചെയ്യുന്നു. ഓക്കെ, എൻട്രി ചെയ്യുമ്പോൾ കണ്ടല്ലോ ഇവിടെ ന്യൂ റെഫറൻസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ന്യൂ റെഫറൻസ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നേരെ എൻട്രി ചെയ്യുക. ഓക്കെ, സേവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 6500 രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി സോൾഡ് ഗുഡ്സ് ടു ABC കമ്പനി 3000. ABC കമ്പനിയിലേക്ക് നമ്മൾ 3000 രൂപേൻ്റെ ഗുഡ്സ് വിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ജേണലിൽ വരിക, ഡെബിറ്റ് കടത്തിൻ്റെ എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ജേണലിലാണ് കൊടുക്കേണ്ടത്. ABC കമ്പനി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, അണ്ടർ സൺട്രി ഡെപ്റ്റർ ആണ് സെയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. സൺട്രി ഡെപ്റ്റർ കൊടുത്ത ശേഷം നേരെ എൻട്രി ചെയ്യുന്നു. എത്രയാണ് നമുക്ക് എമൗണ്ട് ഉള്ളത്? ജസ്റ്റ് നമുക്കൊന്നുകൂടി നോക്കാം. എത്രയാണ്? 3000 ആണ്. ഓക്കെ, അപ്പോൾ 3000 നമുക്ക് കൊടുക്കാം. 3000 കൊടുത്തു. ന്യൂ റെഫറൻസ് ആണ് കൊടുക്കേണ്ടത്, മറക്കരുത്. ഇതിൽ പ്രത്യേകം നമുക്ക് ബിൽ നമ്പറോ കാര്യങ്ങളൊന്നും പറയാത്തതുകൊണ്ടാണ് ഞാൻ ബിൽ നമ്പർ കൊടുക്കാത്തത്. നേരെ എൻട്രി ചെയ്യുക. ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് സെയിൽസ് കൊടുക്കുക, അണ്ടർ സെയിൽസ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കടത്തിന് വിറ്റിട്ടുണ്ട്, 3000 രൂപക്ക് വിറ്റിട്ടുണ്ട് ABC കമ്പനിയിലേക്ക്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ 8-ാം തീയതി ഇലക്ട്രിസിറ്റി ചാർജ് പെയ്ഡ് ബൈ ക്യാഷ് 690 ഇലക്ട്രിസിറ്റി ചാർജ് എന്ത് ചെയ്യേണ്ടി വരും? നേരെ പേയ്മെൻറ്റ് പോവുക അല്ലേ, F5 എടുക്കുക. F5 എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇലക്ട്രിസിറ്റി ചാർജ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഡെബിറ്റായിട്ട് ഇലക്ട്രിസിറ്റി ചാർജ്. അണ്ടർ എന്താണ് വരിക? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് വരിക. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുന്നു. എമൗണ്ട് എത്രയാണ് തന്നിട്ടുണ്ടായിരുന്നു? നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. 690 നമുക്ക് എമൗണ്ട് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 690 കൊടുക്കുക. ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ക്യാഷാണ്. എൻട്രി ചെയ്തു, സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ എൻട്രി കഴിഞ്ഞു നമ്മൾ അല്ലേ. ഇനി അടുത്തായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? 10-ാം തീയതി റെൻറ്റ് റിസീവ്ഡ് ബൈ ക്യാഷ്. റെൻറ്റ് നമുക്ക് കിട്ടണേ 7000 രൂപ. അപ്പോൾ അത് നമ്മൾ കാണിക്കേണ്ടത് എന്താണ്? റെസിപ്റ്റിൽ വരിക. കാരണം റെസിപ്റ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ, റിസീവ്ഡ് ആണ്. അപ്പോൾ റെൻറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. റെൻറ്റ് റിസീവ്ഡ്. അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകം ആണ്, മാറിപ്പോവരുത്. ഓക്കെ, ഇൻഡയറക്റ്റ് ഇൻകം കൊടുക്കാം. 7000 രൂപയാണ് റെൻറ്റ് കിട്ടുന്നത്. ഡെബിറ്റായിട്ട് നമുക്ക് കൊടുക്കാം, ക്യാഷ് കൊടുക്കാം, സേവ് ചെയ്യാം. ഓക്കെ, അഡ്വർടൈസ്മെൻറ്റ് ചാർജ് പെയ്ഡ് ബൈ ക്യാഷ്. ഓക്കെ, എത്രയാണ് വരുന്നത്? 900 രൂപേൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ചാർജ് പേയ്മെൻറ്റ് ചെയ്യണം അല്ലേ, പരസ്യ ചെലവ് കൊടുക്കുകയാണ്. പേയ്മെൻറ്റ് പെയ്ഡുകളെല്ലാം നമ്മൾ പേയ്മെൻറ്റ് തന്നെയാണ് ചെയ്യേണ്ടത്. അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണല്ലോ അല്ലേ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു. ഓക്കെ, എമൗണ്ട് എത്ര ആയിരുന്നു? നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. എമൗണ്ട് എന്ന് പറയുന്നത് 900 രൂപയാണ്. ഓക്കെ, അപ്പോൾ 900 രൂപ നമ്മൾ കൊടുത്തു. ക്രെഡിറ്റ് ആയിട്ട് ഓക്കെ ക്യാഷ് കൊടുക്കുക, സേവ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സോൾഡ് മെഷീനറി ടു PKR കമ്പനി. PKR കമ്പനിയിലേക്ക് മെഷീനറി വിൽക്കുകയാണ്. മെഷീനറി എത്ര രൂപക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? 5000 രൂപക്ക് വാങ്ങിച്ച മെഷീനറി ഇവിടെ 6000 രൂപക്ക് വിൽക്കുകയാണ്. 6500 രൂപക്ക് വിൽക്കുകയാണ്. അപ്പം മെഷീനറിയിൽ ഓർത്ത് വെച്ചോളാം. മെഷീനറിയിൽ നമുക്ക് എന്തുണ്ട്? മെഷീനറിയിൽ നിന്ന് നമുക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു. ഞാനതിവിടെ ജസ്റ്റ് ഇവിടെ കൊടുക്കുകയാണ്. മെഷീനറിക്ക് 6500 രൂപ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ 1500 രൂപ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് എവിടെയാണ്? നേരെ ജേണലിൽ പോവുക. ഓക്കെ, F7. കാരണം ക്രെഡിറ്റിന് തന്നെയാണല്ലോ അല്ലേ നമ്മൾ സെയിൽ ചെയ്യുന്നത്. നോക്കിയാൽ മതി, PKR കമ്പനിക്കാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ ജേണൽ എടുക്കുക, ഡെബിറ്റായിട്ട് PKR കമ്പനി കൊടുക്കുക. PKR കമ്പനി. സൺട്രി ഡെപ്റ്റർ ആണല്ലോ അല്ലേ വരിക, സെയിൽസ് ആണല്ലോ. സൺട്രി ഡെപ്റ്റർ കൊടുക്കുന്നു. ഓക്കെ, 6500 രൂപ കാണിക്കുക. ഓൺ അക്കൗണ്ടാണ് വരിക, കാരണം ഫിക്സഡ് അസറ്റ് ആയതുകൊണ്ട് മറക്കരുത്. ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് മെഷീനറി കാണിച്ചു കൊടുക്കാം. ഓക്കെ, ക്രെഡിറ്റ് മെഷീനറി. ഇപ്പോൾ മെഷീനറിൻ്റെ എമൗണ്ട് ഇവിടെ 1500 രൂപ ക്രെഡിറ്റ് ബാലൻസ് വന്നിട്ടുണ്ട്, അഥവാ പ്രോഫിറ്റാണ്, ഓർത്ത് വെച്ചോളാം. ഓക്കെ, ഇനി അടുത്ത എൻട്രി എന്ന് പറയുന്നത്
പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ബൈ ക്യാഷ് അല്ലേ, അതായത് ഫിക്സഡ് അസറ്റ് നമ്മൾ ക്യാഷിന് പർച്ചേസ് ചെയ്യണം 23,000 രൂപയ്ക്കൊക്കെ. അപ്പോൾ ക്യാഷിന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതിലാണ് ചെയ്യേണ്ടത്? ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ പേയ്മെൻറ്റിലാണ്. ഓക്കെ, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, അണ്ടർ ഫിക്സഡ് അസറ്റാണ്. ഓക്കെ, 23,000 ആണ് നമ്മൾ കണ്ടത് അല്ലേ, 23,000 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യുന്നത്. ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കുക, സേവ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്തതായിട്ട് ക്യാഷ് പെയ്ഡ് ടു അനിൽ. നേരത്തെ നമ്മൾ അനിലിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലേ, 6,500 രൂപയ്ക്ക്. ഇപ്പോൾ അതിൻ്റെ ക്യാഷ് നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്? ക്യാഷ് കൊടുക്കാൻ പോവാണ്. അവർക്ക് നമ്മൾ ക്യാഷ് കൊടുക്കുകയാണ്. അപ്പോൾ പേയ്മെൻറ്റിലാണ് ചെയ്യേണ്ടത്. 3,000 രൂപ പേയ്മെൻറ്റിൽ ക്യാഷ് കൊടുത്തായിട്ട് കാണിക്കാം. ഓക്കെ, പേയ്മെൻറ്റ് എടുത്തു, അനിലിനെ ഡെബിറ്റ് ചെയ്തു, അനിൽ കമ്പനി. ഓക്കെ, 3,000 രൂപ കാണിക്കുന്നു. നേരെ എൻട്രി ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? വീണ്ടും ഇവിടെ വരുമ്പോൾ എഗെയിൻസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, എഗെയിൻസ്റ്റ് കൊടുക്കുക, കാരണം ക്യാഷ് ഗുഡ്സ് വാങ്ങിയതിൻ്റെ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാണ്. നേരെ എൻട്രി ചെയ്യുക, ക്യാഷ് ക്രെഡിറ്റ് കൊടുത്തു, സേവ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു എൻട്രി നമ്മൾ കഴിഞ്ഞു. അടുത്ത എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ABC കമ്പനി. ABC കമ്പനിക്ക് നമ്മൾ നേരത്തെ സെയിൽ നടത്തിയിട്ടുണ്ട് അല്ലേ. ABC കമ്പനിക്ക് എന്താണ് നമ്മൾ സെയിൽ നടത്തിയിരുന്നത്? ഇവിടെ ജസ്റ്റ് നോക്കിയാൽ മതി, ഗുഡ്സ് സെയിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് 1,100 രൂപ കിട്ടുകയാണ്. നമ്മൾ അതും റെസിപ്റ്റിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ റെസിപ്റ്റിൽ കാണിക്കാം നമുക്ക്. ക്രെഡിറ്റ് ആയിട്ട് ABC കമ്പനി നമ്മൾ കൊടുക്കുക. ABC കമ്പനി കൊടുത്തു. എത്രയാണ്? 1,100 രൂപ കിട്ടുകയാണ്. എഗെയിൻസ്റ്റ് റെഫറൻസ് ആണ് അവിടെയും നമ്മൾ കാണിക്കേണ്ടത്, കാരണം ഗുഡ്സ് വിറ്റതിൻ്റെ ക്യാഷാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതും കാണിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തതാണ് സോൾഡ് കമ്പ്യൂട്ടർ അല്ലേ. കമ്പ്യൂട്ടർ വിൽക്കണം. ഇവിടെ നമ്മൾ വാങ്ങിച്ചിരുന്ന കമ്പ്യൂട്ടർ വിൽക്കണം. എത്ര രൂപയ്ക്ക് നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങിച്ചെന്ന് ആർക്കൊരു ഓർമ്മ ഉണ്ടോ? ഓക്കെ, ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കമ്പ്യൂട്ടർ എത്ര രൂപക്കാണ്? 23,000 രൂപയ്ക്ക്. 23,000 രൂപയ്ക്ക് വാങ്ങിച്ചിരുന്ന കമ്പ്യൂട്ടർ എത്ര രൂപക്കാണ് ഇവിടെ വിൽക്കുന്നത്? ഇവിടെ വിൽക്കുന്നത് നമ്മൾ 22,000 രൂപക്കാണ്. അപ്പോൾ കമ്പ്യൂട്ടറുമ്പോൾ നമുക്ക് എന്താണ്? നഷ്ടമാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒന്ന് കളർ ചേഞ്ച് ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ? 22,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ക്യാഷിനാണ് വിൽക്കുന്നത് അല്ലേ. അപ്പോൾ അത് റെസിപ്റ്റ് വൗച്ചറിലാണ് നമ്മൾ ചെയ്യേണ്ടത്. മറക്കരുത്, റെസിപ്റ്റ് വൗച്ചറിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ റെസിപ്റ്റ് എടുത്തു, ക്രെഡിറ്റ് കമ്പ്യൂട്ടർ കൊടുക്കുക. ഓക്കെ, 22,000 കാണിക്കുക ഇവിടെ. ഓക്കെ, 22,000. ഇവിടെ 23,000 ആദ്യത്തെ പ്രൈസ്. ഇവിടെ 22,000 രൂപക്കാണ് നമ്മൾ വിൽക്കുന്നത്. 1,000 രൂപ നമുക്ക് ലോസാണ്. ലോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ലാസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ള എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം റഹ്മാൻ 12,000 രൂപയ്ക്ക് അല്ലേ. അപ്പോൾ ചെയ്യേണ്ടത് ഏതിലാണ്? നമ്മൾ ജേണലിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ജേണലിൽ ഡെബിറ്റായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം, പർച്ചേസ് സെലക്ട് ചെയ്യാം ഇവിടെ. ഓക്കെ, പർച്ചേസ് സ്പേസ് അടിച്ചാൽ മതി, നമുക്ക് കാണാൻ പറ്റും. സെലക്ട് ചെയ്തു. എത്ര രൂപക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്? 12,000 രൂപക്കാണ്. റഹ്മാൻ്റെ കയ്യിൽ നിന്നാണ് 12,000 രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, ക്രെഡിറ്റ് ആയിട്ട് റഹ്മാന് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. റഹ്മാൻ അണ്ടർ സൺട്രി ക്രെഡിറ്ററാണ്. ഓക്കെ, സൺട്രി ക്രെഡിറ്ററാണ് കൊടുക്കേണ്ടത്, മാറിക്കൊടുക്കരുത്. നേരെ എൻട്രി ചെയ്യുക. ന്യൂ റെഫറൻസ് ആണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ. നേരെ എൻട്രി ചെയ്യുക, സേവ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ഫ്ലാഷ് കമ്പനി അല്ലേ. ഫ്ലാഷ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യണ 6,000 രൂപയ്ക്ക്. ഇപ്പോൾ ചെയ്ത് അതേപോലെ തന്നെ ഡെബിറ്റായിട്ട് നമുക്ക് എന്ത് സെലക്ട് ചെയ്യാം? പർച്ചേസ് സെലക്ട് ചെയ്യാം. ഓക്കെ, പർച്ചേസ് സെലക്ട് ചെയ്തു, 6,000 രൂപ കൊടുത്തു. ക്രെഡിറ്റ് ജസ്റ്റ് നമുക്കൊന്നുകൂടി നോക്കാം. ക്രെഡിറ്റ് ഫ്ലാഷ് കമ്പനിയാണ്. ഓക്കെ, ക്രെഡിറ്റ് ഫ്ലാഷ് കമ്പനി അണ്ടർ സൺട്രി ക്രെഡിറ്റർ തന്നെയാണ്. ഓക്കെ, സൺട്രി ക്രെഡിറ്റർ കൊടുക്കുക. ഓക്കെ, ന്യൂ റെഫറൻസ് അല്ലേ. ഗുഡ്സാണ് പർച്ചേസ് ചെയ്യേണ്ടത്, ന്യൂ റെഫറൻസ് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് സോൾഡ് ഗുഡ്സ് ടു PJ സ്റ്റോർ. PJ സ്റ്റോറിലേക്കാണ് നമ്മൾ ഗുഡ്സ് വിൽക്കുന്നത്. അപ്പോൾ 9,800 രൂപയ്ക്ക് PJ സ്റ്റോറിന് സെയിൽ ചെയ്യണം അല്ലേ. ജേണൽ തന്നെയാണല്ലോ. അപ്പോൾ ഡെബിറ്റ് PJ സ്റ്റോർ കൊടുക്കുക. ഓക്കെ, PJ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അണ്ടർ സൺട്രി ഡെപ്റ്ററാണ് നമ്മൾ കൊടുക്കേണ്ടത്. സൺട്രി ഡെപ്റ്റർ കൊടുത്തിട്ട് നേരെ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, എമൗണ്ട് 9,800. ഓക്കെ, 9,800 രൂപ നമുക്കിവിടെ കാണിക്കാം. ഓക്കെ, ന്യൂ റെഫറൻസ് ആണല്ലോ, ഗുഡ്സ് തന്നെയാണല്ലോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അല്ലേ. ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് സെയിൽസ് ആണ്. സെയിൽസും നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ്. സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നേരെ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യാം. ഇനി അതിന് ശേഷം പിന്നെ വരുന്നത് ക്യാഷ് റിസീവ്ഡ് ഫ്രം PJ സ്റ്റോർ. നേരത്തെ നമ്മൾ
പി ജെ സ്റ്റോറിലേക്ക് സെയിൽ നടത്തിയിരുന്നു, അതിൻ്റെ ക്യാഷ് നമുക്ക് കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. നേരെ റെസിപ്റ്റ് എടുക്കുക, പി ജെ സ്റ്റോർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, പി ജെ സ്റ്റോർ സെലക്ട് ചെയ്ത് കൊടുക്കുക. റെസിപ്റ്റിൽ എത്രയാണ് എമൗണ്ട് നമുക്ക് വരുന്നത്? 6500 രൂപയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 6500 എന്ന് കൊടുത്തു. എഗെയിൻസ്റ്റ് റെഫറൻസ് ആണ്, ഡെബിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ക്യാഷാണ്. ഓക്കെ, അപ്പോൾ ആ എൻട്രി നമ്മൾ ചെയ്തു കഴിഞ്ഞു. നെക്സ്റ്റ് എൻട്രി എന്താണ്? പർച്ചേസ്ഡ് ബിൽഡിംഗ് ബൈ ക്യാഷ് അല്ലേ. 1,00,000 ബിൽഡിംഗ് പർച്ചേസ് ചെയ്യാണ്. നമുക്കറിയാം ഫിക്സഡ് അസറ്റ് നമ്മൾ ക്യാഷിന് പർച്ചേസ് ചെയ്യുമ്പോൾ പേയ്മെൻറ്റിലാണ്. അപ്പോൾ ഡെബിറ്റ് ബിൽഡിംഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അണ്ടർ ഫിക്സഡ് അസറ്റ് ആണ്. എമൗണ്ട് 1,00,000 രൂപയാണ്. ഓക്കെ, അത് കൊടുത്തു. ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടത് എന്താണ്? ക്യാഷാണ്. സെർവ് ചെയ്യുന്നു. അടുത്ത് നമുക്ക് നോക്കാം. ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക്, 30,000 രൂപ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യണം. എളുപ്പമാണല്ലോ എൻട്രി. കോൺട്രാ എൻട്രി ആണ്. ക്രെഡിറ്റ് ആയിട്ട് പി എൻ ബി ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ പലരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് പി എൻ ബിനെ എടുത്ത് പറഞ്ഞിട്ടില്ല, ബാങ്കിൽ നിന്ന് മാത്രം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ പി എൻ ബിനെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, എത്ര രൂപയാണ് നമുക്ക് കിട്ടുന്നത്? 30,000 രൂപയാണ്. 30,000 കാണിച്ചു. എൻട്രി ചെയ്യുക, ഡെബിറ്റ് ക്യാഷ് കൊടുക്കുക, അതും സെർവ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് എൻട്രി വിഡ്രോ, ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് അല്ലേ, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്യാഷ് വിഡ്രോ ചെയ്യണ 3,000. അപ്പോൾ പേയ്മെൻറ്റിലാണ് ചെയ്യേണ്ടത്. കാരണം ഇത് പേഴ്സണൽ യൂസ് പറയുമ്പോൾ ഓണറാണല്ലോ വിഡ്രോ ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പേയ്മെൻറ്റിലാണ്. ഡെബിറ്റ് ഡ്രോയിങ്സ് ആണ് കാണിക്കേണ്ടത്. ഡ്രോയിങ്സ് കൊടുക്കുക. ഡ്രോയിങ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ടാണ് കൊടുക്കേണ്ടത്. മാറി കൊടുക്കരുത്, അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. പലരും ഇത് എക്സ്പെൻസ് ആയിട്ടോ ഇങ്കായിട്ടൊക്കെ കൊടുക്കാറുണ്ട്, അങ്ങനെ കൊടുക്കരുത്. അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെ ആയിരിക്കണം. എത്ര രൂപയാണ് വിഡ്രോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. 3,000 രൂപയാണ് വിഡ്രോ ചെയ്യുന്നത്. ഓക്കെ, 3,000 കാണിച്ചു. ക്രെഡിറ്റ് ആയിട്ട് ക്യാഷ് കൊടുക്കാം. നേരെ എൻട്രി ചെയ്യുക, സേവ് ചെയ്യാം. അപ്പോൾ ആ എൻട്രി കഴിഞ്ഞു. അടുത്തായിട്ട് വേജ് പെയ്ഡ് ബൈ ക്യാഷ് ആണ് അല്ലേ. വേജിൻ്റെ പേയ്മെൻറ്റാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പേയ്മെൻറ്റ് തന്നെയാണ് ചെയ്യേണ്ടത്. ഡെബിറ്റ് വേജ് അണ്ടർ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് കാണിക്കേണ്ടത്. ഓക്കെ, എമൗണ്ട് തന്നിട്ടുള്ളത് 600 രൂപയാണ് വേജിൻ്റെ എമൗണ്ട്. ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ക്യാഷാണ്. സേവ് ചെയ്യുന്നു. ഇനി അടുത്തായിട്ട് ടി എ പെയ്ഡ് ബൈ ക്യാഷ്. ടി എ കൊടുക്കുകയാണ്. 360 രൂപ ടി എ പേയ്മെൻറ്റ് ചെയ്യാണ്. അത് പേയ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ടി എ നമുക്ക് കാണിക്കാം. ടി എ പറയുമ്പോൾ ട്രാവലിംഗ് അലവൻസ് ആണ്, അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കേട്ടോ. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുക. എമൗണ്ട് എത്രയാണ്? നമുക്ക് 360 രൂപയാണ്. 360. ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ക്യാഷാണ്. സേവ് ചെയ്യുന്നു. ഓക്കെ, ക്യാരേജ് ഇൻവേർഡ് പെയ്ഡ് ബൈ ക്യാഷ്. നമുക്ക് ക്യാരേജ് കിട്ടണം അല്ലേ. ക്യാരേജ് കിട്ടില്ല. ക്യാരേജ് എന്ന് പറയുമ്പോൾ എന്താണ്? പർച്ചേസ് ചെയ്യുമ്പോൾ, ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഗുഡ്സ് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ട്രാൻസ്പോർട്ടിങ് ചാർജാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് 300. അപ്പോൾ പേയ്മെൻറ്റിൽ ഡെബിറ്റായിട്ട് ക്യാരേജ് ഇൻവേർഡ് ട്രാൻസ്പോർട്ടിങ് ചാർജ് ഓൺ പർച്ചേസ് ആണല്ലോ അല്ലേ. ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് അതിൻ്റെ അണ്ടർ കൊടുക്കേണ്ടത്. ഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുന്നു. അതിൻ്റെ എമൗണ്ട് നമുക്കൊന്നും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. 300 എമൗണ്ട് വരുന്നത്. നമുക്ക് 300 എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് ഇട്ട് കൊടുക്കാം. ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എന്താണ്? ക്യാഷ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് സോൾഡ് ബിൽഡിംഗ് ബൈ ക്യാഷ്. നേരത്തെ പർച്ചേസ് ചെയ്ത ബിൽഡിംഗ് വിൽക്കുകയാണ്. 1,00,000 ബിൽഡിംഗ് വാങ്ങിച്ചത്. അതേ ബിൽഡിംഗ് അതേ വിലയ്ക്ക് തന്നെ നമ്മൾ കൊടുക്കുകയാണ്. റെസിപ്റ്റിലാണ്, ക്യാഷിന് തന്നെ സെയിൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? റെസിപ്റ്റിൽ കൊടുക്കുന്നത്. ഓക്കെ, ബിൽഡിംഗ് കൊടുക്കാം. 1,00,000 രൂപ കൊടുത്തു. ഡെബിറ്റായിട്ട് ക്യാഷ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബിൽഡിംഗ് നമുക്ക് ലാഭമോ നഷ്ടമൊന്നും ഇല്ലാതെ നമ്മൾ വിറ്റതായതുകൊണ്ട് ഞാൻ പ്രത്യേകം ഇവിടെ കൊടുക്കുന്നില്ല. ഇനി അടുത്തായിട്ട് പർച്ചേസ്ഡ് ലോറി ഫ്രം ഫിൻകോ കമ്പനി. 8,00,000 ലോറി പർച്ചേസ് ചെയ്യാൻ പോകണം. അതും ക്രെഡിറ്റ്, കടത്തിനാണ് നമ്മൾ വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കടത്തിന് വാങ്ങുമ്പോൾ ജേണലിലാണ് കൊടുക്കേണ്ടത്. ഡെബിറ്റായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ലോറി. അതൊരു ഫിക്സഡ് അസറ്റാണ് അണ്ടർ കൊടുക്കേണ്ടത്. 8,00,000 നമ്മൾ കാണിക്കേണ്ടത്. അത് എമൗണ്ട് കറക്റ്റ് തെറ്റില്ലാതെ കൊടുക്കുക. ക്രെഡിറ്റായിട്ട് ഫിൻകോ കമ്പനി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ്, പർച്ചേസ് ചെയ്യണവരുമായിട്ട്. ഇപ്പോൾ സൺട്രി ക്രെഡിറ്ററാണ് കൊടുക്കേണ്ടത്. ഓൺ അക്കൗണ്ട് അല്ലേ, ഫിക്സഡ് അസറ്റ് ആയതുകൊണ്ട് ഓൺ അക്കൗണ്ട് കൊടുക്കുക.
അപ്പോൾ അതും നമ്മൾ കാണിച്ചു. ഇനി അടുത്ത് അതിൻ്റെ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാൻ പോകണം. ഫിൻകോ കമ്പനിക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പോകണം 50,000 രൂപ. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലേ. അപ്പോൾ 50,000 രൂപയ്ക്ക് നമ്മൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ അത് F5 പേയ്മെൻറ്റിൽ വരിക. ഫിൻകോ കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്തതിൻ്റെ പേയ്മെൻറ്റ് അടുത്താണ് ഫിൻകോ കമ്പനി സെലക്ട് ചെയ്യുന്നു. നമ്മളിവിടെ കൊടുക്കേണ്ടത് ഫിൻകോ കമ്പനീൻ്റെ എമൗണ്ട് എത്രയാണ് നമുക്ക് പേയ്മെൻറ്റ് നടത്തുന്നത് തന്നിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. എത്രയാണ്? 50,000 രൂപയാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ 50,000 രൂപ അവിടെ കാണിച്ചു, നേരെ എൻ്റർ ചെയ്തു. ഓൺ അക്കൗണ്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. കാരണം ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും ഓൺ അക്കൗണ്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കുക, നേരെ സേവ് ചെയ്യാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുമെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. പക്ഷേ ആൻസർ നമ്മൾ ചെക്ക് ചെയ്യാനുള്ള കറക്റ്റ് ടൈം ആയിട്ടില്ല. നമുക്ക് ചെറിയൊരു കാര്യം കൂടി ഇതിൽ ചെയ്തു കൊടുക്കാനുണ്ട്. ഇപ്പോൾ വരെയുള്ള ആൻസർ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 16,550 രൂപയാണ് ഇപ്പോൾ നമുക്ക് നെറ്റ് ലോസ് ആയിട്ട് കാണുന്നത്. ഇനി നമ്മൾ ഇതിലൊരു ചെറിയൊരു കാര്യം ചെയ്തു കൊടുക്കേണ്ടത് എന്താണ് ഓർമ്മ ഉണ്ടോ? ഫിക്സഡ് അസറ്റിൻ്റെ ലാഭം നഷ്ടമുള്ളത്. അതായത് ബിൽഡിങ്ങിൽ നമുക്ക് എന്താണ്, ബിൽഡിംഗ് അല്ല കമ്പ്യൂട്ടർ അല്ലേ. കമ്പ്യൂട്ടർ 1000 രൂപ നമുക്ക് ലോസുമാണ്, മെഷീനറി 1500 രൂപ നമുക്ക് പ്രോഫിറ്റുമാണ്. അപ്പോൾ അത് എങ്ങനെ നമ്മൾ കാണിക്കുന്നതിൽ ഈ രണ്ട് എമൗണ്ടും നമുക്ക് പ്രോഫിറ്റിലോട്ട് പോകണം അല്ലെങ്കിൽ ലോസിലോട്ട് പോകണം. അതായത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമുക്ക് എത്തണം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യം നമുക്ക് പ്രോഫിറ്റിൻ്റെ കേസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രോഫിറ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി ജേണലിൽ വരിക. ഡെബിറ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. മെഷീനറി സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മെഷീനറി 1500 അല്ലേ. അപ്പോൾ 1500 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോഫിറ്റോട് കൊടുത്തു കഴിഞ്ഞാൽ അത് 0 ആയിക്കോളും. ഓക്കെ, ഇനി ക്രെഡിറ്റായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് MX കമ്പനിയിൽ നിന്ന് വരുന്നുണ്ട്. അവിടെ നമ്മൾ മാറ്റി കൊടുക്കണം. MX കമ്പനി ഇട്ടിട്ട് സേവ് ചെയ്യരുത്. Alt C കൊടുത്തിട്ട് പ്രോഫിറ്റ് ഓൺ മെഷീനറി എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ, അണ്ടർ എന്താണ്? ഇൻഡയറക്റ്റ് ഇൻകം ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇൻഡയറക്റ്റ് ഇൻകം കൊടുക്കുന്നു, എൻ്റർ ചെയ്യുക. ഓക്കെ, സേവ് ചെയ്യുക. ഇപ്പോൾ മെഷീനറിയിൽ നിന്ന് എമൗണ്ട് പ്രോഫിറ്റിലേക്ക് പോയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമുക്ക് അടുത്തതും ചെയ്യേണ്ടത്. ലോസ് ആണല്ലോ കമ്പ്യൂട്ടറിന് അല്ലേ. അപ്പോൾ ഡെബിറ്റായിട്ട് ലോസ് ഓൺ കമ്പ്യൂട്ടർ അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുന്നു. എത്രയാണ് ലോസ് ഉള്ളത്? 1000 ആണ് ലോസ് വരുന്നത്. ക്രെഡിറ്റായിട്ട് കൊടുക്കേണ്ടത് എന്താണ്? കമ്പ്യൂട്ടറാണ്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ നമുക്ക് 0 ആയിട്ടുണ്ടല്ലോ. ഓക്കെ, എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുന്നു. ഇത്രയും നമ്മൾ കൊടുത്ത ശേഷം നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് വരാം. ഇപ്പോൾ നമുക്ക് കാണുന്ന ഈ ഒരു ആൻസറാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കമ്പനി വർക്കിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെറ്റ് ലോസ് 16,050, 16,050. നോക്കിക്കോളാം. കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഈ ആൻസറാണോ നിങ്ങൾ കിട്ടേണ്ടത് നോക്കാം. നിങ്ങൾക്ക് ഈ ആൻസർ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ അല്ലേ. ഇനി ബാലൻസ് ഷീറ്റ് എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ ഇതാ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആൻസർ ബാലൻസ് ഷീറ്റിൽ വരിക. ഓക്കെ അല്ലേ. അപ്പോൾ ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത വർക്കുമായിട്ട് കാണാം അല്ലേ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.